ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നിവിടെ ഞാൻ ഒരു സ്പൈസി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള എഗ് കറിയാണ് കാണിക്കുന്നത്. ഇത് തമിഴ്നാട്ടിലത്തെ ഒരു പോപ്പുലർ ക്യൂസിനാണ്. ഇതിൻ്റെ പേര് ചെട്ടിനാട് എഗ് കറി. ഈ കറീൻ്റെ കൂടെ കോമ്പിനേഷനായി എന്തും കഴിക്കാം. ചപ്പാത്തി, ചോറ്, ദോശ എന്ത് വേണമെങ്കിലും. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻറ്റ്സ് നോട്ട് ചെയ്തോളൂ. ആദ്യം മുട്ടേനെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇതുപോലത്തെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. എല്ലാ മുട്ടയിലേക്കും ഇതുപോലെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ഫ്രൈയിങ് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി സ്ലിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ മുട്ടയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ഇതിനെ ഫ്രൈ ആക്കിയെടുക്കാം. ആ സമയത്ത് നല്ലോണം മസാല മുട്ടിൻ്റെ അകത്തൊക്കെ പിടിക്കും. അപ്പം മസാല നല്ലോണം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മുട്ടനെ എടുക്കാം. ഈ ഗ്രേവി കളയരുത്. ഇത് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ: 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 പട്ട, ഗ്രാമ്പു, പിന്നെ 2 കറുവയിലയും. പിന്നെ ഇതിനാവശ്യം 2 തക്കാളി, 1 പച്ചമുളക്, 1 സവാളയും നല്ലോണം ചോപ്പ് ചെയ്തെടുക്കാം. ഈ തക്കാളിനെ ഒന്ന് പ്യൂരിയാക്കി എടുക്കണം. ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ബോയിൽ ചെയ്യാണ്ട് പ്യൂരിയാക്കി എടുക്കാം. ആദ്യം പാൻ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സാധാരണ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത സവാളയും കൂടി ആഡ് ചെയ്യാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ വഴറ്റാം. സവാള ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നേരത്തെ എടുത്തു വെച്ച ആ ഗ്രേവി ആഡ് ചെയ്യാം. എന്നിട്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് എല്ലാ മസാലപ്പൊടികളും ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാം. തീ ചെറുതാക്കിയിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ വഴറ്റി കൊടുക്കാം. മസാല കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് വഴറ്റാം. എന്നിട്ട് പ്യൂരി ചെയ്ത ആ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് എല്ലാ ടൊമാറ്റോ പ്യൂരിനെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഈ ടൊമാറ്റോ ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് ഇതിനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ സമയത്ത് ഒരു 10 കാഷ്യൂ നട്ട് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അതിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കൺസിസ്റ്റൻസി തിക്കാവാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്താലും മതിയാവും. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തിളക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് കൺസിസ്റ്റൻസി ഒന്നും കൂടി തിക്കാവും. ആവശ്യത്തിനുള്ള ഗ്രേവിയായി കിട്ടും.
എന്നിട്ട് അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ കറിയും മട്ടൻ കറിയും അതുപോലെ നല്ലൊരു ടേസ്റ്റ് തരുന്ന എഗ്ഗ് കറിയാണിത്. ഇത് എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്നൊരു നല്ല കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. ഇനിയും ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.